കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലൂടെ മത്സ്യ കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി കർഷകർക്ക് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നല്ല മത്സ്യലഭ്യതയും മികച്ച രീതിയിൽ കർഷകരെ വളർത്താനുള്ള പദ്ധതിയുടെ തുടക്കമാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ലൈല ബീവി പറഞ്ഞു. വേണ്ടി വാങ്ങിക്കൊണ്ടു പോകുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അത് വാങ്ങി ഉപയോഗിക്കുന്നതിനും നല്ല മത്സ്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതി തുടർന്നും എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നതിനും നേരത്തെ അഞ്ചൽ ബ്ലോക്ക് തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടപ്പിലാക്കിയത് മുഴുവൻ ഗുണഭോക്താക്കളും അത് നല്ല നിലയിൽ പരിപാലിച്ച് നമ്മുടെ നാടിനെ സംസ്ഫുഷ്ടമാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മത്സ്യകൃഷിക്ക് കുളമോ ജലാശയമോ ഉള്ള എല്ലാവർക്കും എല്ലാ വർഷവും സൗജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ടെന്ന് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അസ്ലം AR പറഞ്ഞു. ഇതിനായി മത്സ്യഭവൻ വഴിയോ അതത് പഞ്ചായത്ത് വഴിയോ അപേക്ഷകൾ നൽകാം. പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകൾ മത്സ്യഭവനിലേക്ക് കൈമാറുകയും കുളത്തിന്റെ വലിപ്പം പരിശോധിച്ച് അതിനനുസരിച്ചുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഫീൽഡ് തലത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്ന് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് ഓരോ പഞ്ചായത്തിലും ഒരു അക്വാകൾച്ചർ പ്രൊമോട്ടർ ഉള്ളത്. എല്ലാ വർഷവും അപേക്ഷ തരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കിയിട്ട് ആ ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടം മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ഉണ്ടാവും. ഇപ്പം നിലവിൽ ഈ ന്യൂസ് കാണുന്ന ആർക്കെങ്കിലും മത്സ്യകൃഷിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി തയ്യാറാക്കി പറ്റിയുടെ കോപ്പി, ആധാറിൻ്റെ കോപ്പി എടുത്ത് പിന്നെ ഒരു അക്വാകൾച്ചർ ലൈസൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ലൊക്കേഷൻ സ്കെച്ചും കൂടെ വേണം. അതും കൂടെ ആയിട്ട് മത്സ്യഭവനായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടും. അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും. പിന്നെ പടുതാക്കുളങ്ങൾ ഉള്ള ആൾക്കാർക്ക് വരാൽ അങ്ങനെയുള്ള വേറെ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾ, കട്ട്ല, രോഹു, മൃഗാൾ ഈ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. അപ്പം 10 സെന്റ് മത്സ്യക്കുളത്തിന് 300 എന്ന രീതിക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത്. അപ്പം കൂടുതൽ ഏരിയ ഉള്ളവർക്ക് അതിനനുസരിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ. അക്വാകൾച്ചർ പ്രൊമോട്ടർ നിഷ റാണിയും ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.